ഐ എം ഹണി. എന്നെ മനസ്സിലാക്കണല്ലോ. ജോണി ബായ്. അത് മറ്റുള്ളവർക്ക്, നിനക്ക് മാത്രം ജോണി ബായ്. വോഡ്ക ഓർ വിസ്കി? നോ താങ്ക്സ്. Recession in this world is become so bad and serious. That's why all husbands have started sleeping with their own wives. Because men can't fuck the girls nowadays. So bad. Maybe true. Do you think I'm a womanizer? എന്തു അറിയില്ല. നിനക്ക് മാത്രമല്ല, എനിക്കും അറിയില്ല. Blindfold? എന്ത്? I will tell. എക്സ്ക്യൂസ് മീ മാഡം, Yes. സ്ട്രൈറ്റ് എന്ന് ലെഫ്റ്റ് എടുത്ത് പോയ മമത അപ്പാർട്ട്മെന്റ് ഉണ്ട്, അറിയാമോ? അറിയാം. താങ്ക്സ്. അവിടെ 3000 സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റ് ഉണ്ട്, ഫുള്ളി ഫർണിഷ്ഡാ. സ്പേഷ്യസ് ബെഡ്റൂം ഉണ്ട് വിത്ത് ഹോം തിയേറ്റർ ആൻഡ് സിഡിയിൽ മറ്റത് കാണാൻ വരുന്നോ? ബാസ്റ്റർഡ്. പോടാ പട്ടി. അതിനെന്തിനാ എന്നെ പട്ടിന്ന് വിളിക്കുന്നേ? ഇവിടെ എത്ര ആൾക്കാരാ ക്യൂ നിൽക്കുന്നതെന്ന് അറിയാമോ? അവക്ക് താല്പര്യമില്ല. ഞാൻ അവളോട് ചോദിച്ചോളൂ. എന്റെ റൂംമേറ്റ് ഉണ്ട് ഗോവാലൻ, അവനിപ്പോ പുറത്ത് പോയേക്കുവാ. അപ്പൊ കമ്പനിക്ക് വരുന്നുണ്ടോന്ന് ചോദിച്ചു. താല്പര്യമില്ലേ പറഞ്ഞാ പോരെ, തെറി വിളിക്കണോ? എന്താ എന്താ ഇങ്ങനെ നോക്കണേ? ആ പണം എവിടെയാടാ ചിട്ടി? ചിട്ടി? ആ പേര് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? എനിക്ക് ഫാൻസ് ഒക്കെ ഉണ്ടോ ഇവിടെ? അമീർപേട്ടിലെ എഞ്ചിനീയറുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച പണം എവിടെയാടാ ചിട്ടി? അതെ, ശ്രീനഗർ കോളനിയിലെ ടെമ്പിളിൽ നിന്ന് അടിച്ചു മാറ്റിയ സ്വർണ്ണം എവിടെ? പിന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിട്ട് തന്നെ ഞാൻ എന്ത് കാര്യത്തിനാ നീ അറസ്റ്റ് ചെയ്യുന്നത്? നിനക്കെന്ത് കാര്യം ഇവിടെ? ഇങ്ങോട്ട് വരാൻ എന്താ തല്ലോ? നിനക്കെന്താ ഭ്രാന്താണോ? ദുരിതോ? ഞാനോ? എന്താടാ മൊത്തം ആളുകൾ നീ ലോക്കപ്പിലാക്കൂടാ, റോഡിലാർക്ക് നടക്കണ്ടേടാ. എടി നീ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുന്നേ. നിന്റെ ചേട്ടനെ പിടിച്ചു കൊടുത്ത കാശ് പോലും പോലീസ് ഇതുവരെ തന്നിട്ടില്ല. 2000 രൂപയ്ക്ക് വേണ്ടി ലോക്കപ്പിലിടും? അറസ്റ്റ് ചെയ്യിക്കും. നീ എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യാനാ? കാണിക്കേ കാണിക്കാൻ. ഹലോ, നീ കാണാൻ വലിയ സുന്ദരി ആയതുകൊണ്ട് ഈ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല. ഞാൻ നിന്റെ ഭംഗി കണ്ടോണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ പറഞ്ഞതും പകുതിയെ കേട്ടുള്ളൂ. നീ എന്തോ കണ്ണിനെ പറ്റി പകുതി മനസ്സിലായി. അതെ കൈലാസ്, പിന്നൊരു കാര്യം, പോലീസിലെ പട്ടികൾ പലതും ചോദിച്ചെന്ന് വരും, ഒന്നും പറയാൻ നിൽക്കണ്ട. ഓക്കെ. സൂര്യ എവിടെ പോയടാ? എന്ത് പറ്റി? അർജന്റായിട്ടൊന്ന് നാട്ടിൽ പോയതാ, എന്റെ മൊബൈൽ നഷ്ടപ്പെട്ടു. ശരി സിറ്റിയിൽ തൽക്കാലം നിൽക്കണ്ട നീ. ബ്രഹ്മാജി, പൈസ ഉണ്ടോ? ഇങ്ങോട്ട് കൊണ്ടുപോടാ, നമ്മുടെ സൂര്യക്ക് വേണ്ടിയല്ലേ. എന്താടാ ഇത്? ഇത് നിന്റെ അമ്മയ്ക്ക് കൊടുക്ക്, എന്നിട്ട് നാട്ടിലേക്ക് ഒന്ന് പോയിട്ട് വാ. ബ്രഹ്മാജി, എനിക്ക് സൂര്യയോട് പേഴ്സണൽ ആയിട്ടൊന്ന് സംസാരിക്കേണ്ടത്. നിങ്ങളൊന്ന് വെളിയിൽ. സൂര്യ, ശരിക്കുള്ള വിഷയം നീ ആരോടെങ്കിലും ഡിസ്കസ് ചെയ്തോ? ഇല്ല. ചെയ്യരുത്. ആ സീക്രട്സ് എല്ലാം നമ്മളെ അറിയാവൂ. സൂര്യ, നമ്മളെല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സീക്രട്സ് ഒന്നും ആരോടും പറയരുത്, ആരും അറിയരുതെന്ന് 1000 തവണ നമ്മൾ പറയും. ഫൂളിഷ്നെസ് അല്ലടാ. അതെ, നിന്റെ കാര്യം നീ ഉണ്ടെങ്കിലല്ലടാ സീക്രട്ട് ആവൂ. എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാ അത് സീക്രട്ട് അല്ലല്ലോ, അല്ലടാ. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഈ വിഷയം അറിയാവുന്ന സ്ഥിതിക്ക് നമ്മളിൽ ഒരാൾ മാത്രം മതി. ഞാൻ മരിക്കാം, ഓക്കെ? നിനക്ക് പറ്റും എന്നെ കൊല്ലാൻ, പറ്റും. പക്ഷെ സൂര്യ, നീ അത് ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്നെ ഫിനിഷ് ചെയ്യും, മനസ്സിലായോ? നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതേടാ, ഒരാൾ മാത്രം മതി. എടുക്ക്, ഗണ്ണെടുക്ക്, ഗണ്ണെടുക്കാൻ. ഇവനെ എന്തിനാ ബോസ് കൊന്നത്? ബ്രഹ്മാജി, ഇതുവരെ ആരെ വിശ്വസിക്കണം മനസ്സിലായില്ലേ നിനക്ക്? ഇവന് ഞാൻ പൈസ കൊടുത്തു, അമ്മയെ പോയി കാണാനും പറഞ്ഞു, എന്നിട്ടും വെറുതെ എന്നെ ചതിക്കാൻ നോക്ക. ഏതായാലും പൈസ അവന്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്ക.
അയ്യോ. അമ്പടാ നിങ്ങളോ? അമ്മേ. അയ്യോ. ഉദ്ദേശം എന്താടാ? കാണാൻ ഇങ്ങോട്ട് വന്നേ. ചൂടാവാടാ, ഞങ്ങള് പകരം ചോദിക്കാൻ വന്നതാ. നീ ഞങ്ങളുടെ അക്കയുടെ ഗിറ്റാർ പൊട്ടിക്കൂലേ? വാടാ, ഇന്ന് ഞങ്ങൾ കാണിച്ചു തരാം. പറ, നിന്റെ ചേച്ചിയുടെ പേര്? സമീര. സമീര. പേര് കൊള്ളാം. ഈ ഫേസിന് ഏത് പേര് വെച്ചാ എന്താ? പിന്നെന്തൊക്കെയാ വിശേഷങ്ങള്? വിശേഷൊക്കെ അവിടെ നിക്കട്ടെ. അവളുടെ അണ്ണൻ അറസ്റ്റ് ചെയ്ത് നീ അകത്തു കൊണ്ടേ ഇട്ടു. ഉള്ളൊരു ഗിറ്റാർ കൂടി നീ വന്ന് തല്ലി പൊട്ടിച്ച് അക്കയെ നീ പട്ടിണിക്ക് വിട്ടു. ഗിറ്റാറോ? അക്കയ്ക്ക് അതിന്റെ പൈസ മുഴുവനും കൊടുത്തിട്ട് നീ പ്രശ്നം സോൾവ് ചെയ്തോ? സോറി സോറി സോറി. നിനക്ക് ഫാമിലി ഉണ്ടാവില്ലേ? ഫാമിലീസ് വാല്യൂ അറിയില്ലേ? ഒരു മാസമായി അവൻ ആഹാരം കൊടുത്തിട്ട് കഴിക്കും മുമ്പേ കൊണ്ടുപോയി. ഇല്ല സമീര, അവൻ ചപ്പാത്തി കഴിച്ചിട്ട് എന്റെ കൂടെ വരാനാ ഞാൻ പറഞ്ഞത്. അതിന് സമാധാനം പിന്നെ പറയാം. സോറി പറഞ്ഞിട്ട് പുതിയ ഗിറ്റാർ വാങ്ങിക്കൊടുക്ക്. ഗിറ്റാറിന്റെ കാര്യല്ലേ, കൊടുക്കാലോ. ക്ഷമിക്കണം, ഒരു അബദ്ധം പറ്റിയതാ. എനിക്ക് ശരിക്കും വിഷമമുണ്ട്. സർ, ഒരു 500-600 രൂപയ്ക്ക് നല്ലൊരു ഗിറ്റാർ കൊടുക്കും. അയ്യോ, 500-നുണ്ടല്ലോ ഒരു പാട്ട ഗിറ്റാർ പോലും കിട്ടത്തില്ല. കുറഞ്ഞത് 10,000 ആകും. 10,000? പിന്നെ ലാസ്റ്റ് ടൈം നീ പൊട്ടിച്ചു കളഞ്ഞതിന് 25,000 ഇറ്റാലിയൻ മെയ്ഡ്. മൈ ബ്രദർ ബോട്ട് ഇറ്റ് ഫ്രം സാൻസ്ബർഗ്. അത്രയ്ക്ക് വലിയ വിലപിടിപ്പുള്ളതാണെങ്കിൽ പിന്നെന്തിനടുത്ത് വെളി വെച്ചേ? ഗിറ്റാർ മേടിക്കാൻ ഇത്ര ബഹളം ഉണ്ടാക്കുമ്പോ പൊട്ടിച്ച കമ്പ്യൂട്ടർ വാങ്ങാൻ എന്തായിരിക്കും? കമ്പ്യൂട്ടറോ? ഞാനത് എപ്പോ എടുത്ത് അടിച്ചു പൊളിച്ചു. കള്ളു മുന്തിരുന്നോ? വെളിവില്ലാതാവാൻ. ശരി, കുറച്ചുകൂടി വിലയുള്ള എടുത്തു കൊടുക്ക്. അതെങ്ങനാ? അത് വേണമെന്ന് പറഞ്ഞ അതെന്നെ മേടിച്ചു തരൂലേ? എന്ത്? ഏതെങ്കിലും എടുത്തു കൊടുക്ക്. ഇത് കൊള്ളാലോ സമീര, എത്ര സൂപ്പർ ആയിട്ട് വായിക്കുന്നു. ഇതല്ല ഷാറൂഖ് ഖാൻ ബാദുഷാ സിനിമയിൽ ഗിറ്റാർ വായിച്ച് പാടുന്നില്ലേ, ആ പാട്ട്. ഹലോ, ഇത് ടെസ്റ്റിംഗ് ഓർക്കസ്ട്ര അല്ല. സഹിക്കാൻ പറ്റണില്ലേ മാമാ? ജോഡിബായ് എന്റെ ചേട്ടനെ കൊന്ന് വളരെ നന്നായി. ജോഡിബായ്, ഞാൻ ചെറുപ്പത്തിൽ കണ്ണാടി നോക്കി പ്രതിജ്ഞ ചെയ്യുമായിരുന്നു. തെക്കേടത്ത് വീട്ടിൽ നരേന്ദ്രൻ എന്ന് ഞാൻ രാഷ്ട്രപതി മുമ്പാകെ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രജകളെ വിൽക്കാമെന്ന്, റിയൽ എസ്റ്റേറ്റ് മാഫിയെ സഹായിക്കാമെന്ന്, ഓൺലി ക്യാഷ് ഡീൽസ് നടത്താമെന്ന്. ആ സ്വപ്നമെന്ന് യാഥാർത്ഥ്യമായി. നീയാണ് അതിന് കാരണം. താങ്ക് യു ജോഡിബായ്. ഇലക്ഷൻ എപ്പോഴാ? ഉടനെ നടത്തും. എന്റെ ചേട്ടൻ മരിച്ച ദുഃഖം വോട്ടായി മാറും. ഞാൻ മിനിസ്റ്റർ ആവും. എല്ലാം ശരിയാ. പക്ഷെ ഒരു വിഷമമുണ്ട്. ആ കൈലാഷ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവൻ ജയിലിലുണ്ട്. അവൻ വെളിയിൽ വന്ന നമ്മൾ രണ്ടുപേരും അകത്താവും. എനിക്കിതിൽ ഡൗട്ടില്ല. ഞാൻ മിനിസ്റ്ററായ നീ മിനിസ്റ്ററായി, ഞാൻ പോയാൽ നീയും പോയി. നീ പോകാനും നോക്കൂ ജോഡിബായ്, പ്ലീസ്. ഓക്കെ ബൈ. നിങ്ങൾ ഗ്രേറ്റ് ഗുരുജി, നിങ്ങൾ സൂപ്പർ ഗുരുജി. നിങ്ങൾ പറഞ്ഞ പോലെ ഇന്ന് എനിക്കൊരു ചുറ്റിക്കളി വന്ന് വീണു. ഒരു പെണ്ണെന്നെ രക്ഷിച്ചു ഗുരുജി. ആ പെണ്ണെങ്ങനെയുണ്ട്? ഓ, ആ പെണ്ണെന്റെ ഗുരുജി 10.5 മാറ്റാണ് മാറ്റ്. 24 കാരറ്റ് അല്ലേ ഗുരുജി. വലിയ വട്ട കണ്ണ്, തത്തം പറ്റുണ്ട്, നല്ല ചുവന്ന സാരിയും ചുറ്റി, കയ്യില് താലോ വേന്തി, കണ്ണി കാണാൻ പറ്റാത്ത ഒട്ടും തൊട്ട് വന്നെന്റെ ഗുരുജി. എന്താടാ നീ എന്താ പറഞ്ഞത്? ഇവൾ ആശ്രമത്തിലെ മാതാവാടാ. കാലം മാപ്പ് ചോദിക്കണം. എടാ, നീ എന്റെ സുകുമാരി അപമാനിക്കുന്നു. എന്റെ വൈഫിന്റെ ഷാഡോ പോലും നിന്റെ മേത്ത് വീണ് പോരുത്. പോകത്ത് വേഗം. ക്ഷമിക്കണം ഗുരുജി, ഇനി ഇത് ആവർത്തിച്ചാൽ എന്റെ ശിരസ് കണ്ടിച്ചോളൂ. ഇനി പറയടാ. നിങ്ങൾ പറയൂ ഗുരുജി, ആ പെണ്ണും ഞാനും കൂടി അങ്ങനെ ഇങ്ങനെ വല്ലതും ആകുമോ? ആ പെണ്ണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ചാവാതെ തീരില്ലടാ. ഇനി ഞാനിപ്പോ എന്ത് ചെയ്യണം ഗുരുജി? ഓക്കേ, വിളിച്ചോണ്ട് പോടാ. ആരെങ്കിലും കാണോ ഗുരുജി? അതിനെന്താ, വഴിയല്ല ഉള്ളത്. നീ ഒരു റോക്കറ്റ് എടുത്ത് അന്യഗ്രഹങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങി വാ. അങ്ങനെ സ്വർഗത്തിലെത്തൂടാ. ഗുരുജി, കാമസൂത്രമുത്ത് എവിടെ കിട്ടും? കോവളത്ത്. താങ്ക്സ് ഗുരുജി. അലക്ക് ഞാൻ. എന്റെ ജാതകം ഇനി കണ്ടോ? ഇവിടെ ഞാനൊരു ബാങ്ക് ആക്കൂടാ. ചുമ്മാ 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 കാശ് വരും, നോക്കിക്കോ. ഏയ്, ഒന്നുമില്ല.
എന്താ മോളെ, അവൻ ഇങ്ങ് വരില്ലേ? ഭഗവാനോട് പ്രാർത്ഥിക്ക്, എല്ലാം ശരിയാവും മോളെ. അല്ലാതെ എന്ത് ചെയ്യാനാ? ഏയ് വാ. ഏ? വരാണെങ്കിൽ ആരാ നീ? എവിടെ കൊണ്ടുപോകുന്നു? ഞാൻ കടത്തിക്കൊണ്ട് പോവല്ലേ, പേടിക്കണ്ട. ഏയ് നിന്നെ. വാ. ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്തിനാ? നിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ പറയാം ഞാൻ. ഇന്ന് രാഖി ഫെസ്റ്റിവൽ. നിന്റെ ചേട്ടനകത്ത്, നീ പുറത്ത്. നീ ചേട്ടനെ ഓർത്ത് കരയുമെന്ന് എനിക്കറിയാം. അതാ ഞാൻ വന്നേ. നിനക്ക് ചേട്ടനെ കാണാൻ വേണ്ടി മുകളിൽ നിന്ന് ഞാൻ പെർമിഷൻ എടുത്തിട്ടുണ്ട്. അന്ന് നീ പറഞ്ഞില്ലേ നിനക്കും ഫാമിലി ഇല്ലെന്ന്, അതിന്റെ വാല്യൂ അറിയില്ലെന്ന്. സത്യമായും എനിക്ക് ഫാമിലി ഇല്ല. ഞാനൊരു അനാഥന. എന്റെ അച്ഛനും അമ്മയും എവിടെയാണെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് എനിക്ക് ഫാമിലി വാല്യൂസിനെ കുറിച്ച് ഏറെ അറിയാം. ഇതാ നിന്റെ രാഖി. പോയി നിന്റെ ചേട്ടനെ കേട്ട് വാ. ഇവൻ നിന്റെ ആരാ? ഇവന്റെ കൂടെ നീ എന്തിനു വന്നു? നിനക്കറിയില്ലേ ഇവൻ എന്റെ ശത്രുവാ. കാഴുവേറി മോനെ, ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കോട്ടാ നായേ. വെറുതെ കൊരക്കല്ലേ. ദേ നിന്റെ പെങ്ങള് വല്ലതും പറയാനുണ്ടെ പറഞ്ഞോ. എന്നെ വെട്ടി പൂളി പണ്ടാ കോപ്പേ. അപ്പോഴേക്ക് സിനിമ സ്റ്റൈല്. നീ വല്ല സംസാരിക്കാൻ നോക്ക്. ഫോണിതാ, ഫോൺ ഫോൺ. Sorry, sir. കണ്ണുകൊണ്ടുവിടാ നിനക്ക്. പോലീസാണോ ഇരിക്കുന്നത്? നേരെ നോക്കി നടക്കണം നായേ. ഞാൻ ഇറങ്ങി പോടാ. ഹലോ, ഞാൻ മനോജാ സംസാരിക്കുന്ന ജയിലിൽ നിന്ന്. എന്ത് പറ്റിയടാ? എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാൻ എന്റെ പെങ്ങളുടെ കൂടെ ഇപ്പൊ ജയിലിൽ വന്നിട്ടുണ്ട്. പോകുന്ന വഴിക്ക് അവനെ തട്ടാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് തോന്നിയാ ഇതേ നമ്പറിൽ ഫോൺ ചെയ്യാൻ പറയണം. ഇറ്റ്സ് ഓക്കെ. നോക്ക്, ഞാൻ പറയുന്ന പോലെ അനുസരിച്ചോളണം. സമാധാനമല്ലോ. നിന്റെ ചേട്ടനെ കണ്ടു, സംസാരിക്കാൻ പറ്റി. ഞാൻ ചെയ്ത എത്ര നല്ല കാര്യമല്ലേ. I have a doubt. ചോദിക്ക. എന്റെ അണ്ണനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കിയ അവന്റെ ആൾക്കാർ വന്ന് റിവെഞ്ച് ചെയ്യില്ലേ? പിന്നെ ചെയ്യില്ലേ? ഞാൻ ചെയ്യും. ആരാണെങ്കിലും ചെയ്തു പോയില്ലേ? കത്തിയെടുക്കും, കുത്തിമലത്തും. ആണോ? എന്റെ അടുത്ത് ഒരു പണിയും നടക്കില്ല. ഞാൻ ജെയിംസ് ബോണ്ടിന്റെ ടൈപ്പാ. മുന്നേന്ന് വരുന്ന അറ്റാക്ക് ആണെങ്കിൽ ഓക്കെ. എപ്പോഴെങ്കിലും ഒരിക്കൽ 10 പേരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ? 10? ചേച്ചേ, അത്രയും പേരെയൊക്കെ എങ്ങനെ? മാക്സിമം ഒരു 2 or 3. യോ മരക്കെ ആരാ? മാഡം വെക്കോ. ഓക്കെ, ബി കെയർഫുൾ. അല്ല സമീറേ, ഞാൻ ചെയ്തതിന് പ്രതിവാരം ചെയ്യണോ? ഏയ്, ഞാൻ നിനക്ക് ഗിറ്റാർ വാങ്ങി തന്നല്ലേ? അസലൊരു ഗുണ്ടയാ ഞാനും. 10-ന് 100 വെച്ച് തരുവേ. എന്നെ ഇതുപോലെ ഇടിക്കാനുള്ള ധൈര്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് വന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്ത് പറ്റിയടാ? ഹലോ സർ, ഐ എം ചോട്ടു. ഹായ്, ദിസ് ഇസ് ജോണി. എവിടെ നിന്ന് കൊണ്ടടാ അടി? ഇവന്റെ കയ്യിൽ. നീയാ? അതെ സർ, ഞാനാ. നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല സർ. താങ്ക് ഗോഡ്. എനിക്ക് കുറച്ച് സംസാരിക്കണം. ഇരിക്കേ. നീ എന്ത് ചെയ്യുന്നു? മലയാളത്തിൽ എന്താ പറയുന്നതെന്ന് അറിയില്ല. ഇംഗ്ലീഷില് ബോണ്ടി ഹണ്ടറാണ്. ഹണ്ടിങ്ങോ? അതായത് പോലീസിലുള്ള ചെറിയൊരു പണിയാ സാർ. മിസ്സായ പ്രതികളെയൊക്കെ പിടിച്ചു കൊടുക്കും. പോലീസ് 2000 or 3000 ഒക്കെ വെച്ച് തരും. It's very interesting post, yeah. When did police started this post? ഇല്ല സാർ, ഇത് ഞാൻ തന്നെ തുടങ്ങിയതാ. Superman. I like this idea. താങ്ക് യു സാർ. മനോജിനെ അറസ്റ്റ് ചെയ്തതിലുള്ള ദേഷ്യം കാരണം കുറെ പേരെന്നെ കൊല്ലാൻ വന്നു സാർ. എനിക്ക് ആരുമില്ല സാർ. ആരും ഇല്ലാത്തവരെ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കാവോ സാറേ? എനിക്ക് മനോജുമായിട്ട് ഒരു പ്രോബ്ലം ഇല്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മൈ പ്രൊഫഷൻ. ദയവ് ഇതിനെ ടാർഗറ്റ് ചെയ്യരുത് സാർ. നിന്റെ അപ്രോച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു, നിന്റെ പ്രസന്റേഷൻ. ഓക്കെ, നീ ധൈര്യമായിട്ട് വെക്കും. സത്യമാണല്ലോ? യാ, താങ്ക് യു സാർ. ഓക്കെ. അതെ, നിന്റെ പേരെന്താ? ചോട്ടു സാർ. ചോട്ടു. ചോട്ടു, നിന്റെ അടുത്ത് വരുന്ന കേസിൽ ചിലപ്പോൾ നമ്മുടെ പിള്ളേരും ഉണ്ടാവും. വേറൊന്നും ചെയ്യരുത്. പറ്റില്ല ബോസ്. എനിക്ക് തരുന്ന സിറോക്സിൽ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ പോലും ഞാൻ പൊക്കും.